നന്ദൻ്റെ സ്വന്തം അപ്പു ഭാഗം 37. രചന സംഭാഷണം രുദ്രപ്രിയ. തനിച്ച് വിട്ടുകൊടുക്കില്ല ഞാൻ, ചേർത്ത് പിടിക്കാനല്ലേ വിഷ്ണു ഞാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് എന്താണ് അവളത് മനസ്സിലാക്കാത്തത്? നന്ദൻ്റെ ശബ്ദം നന്നേ നേർത്തുപോയി. വീണ്ടും നഷ്ടപ്പെടുമെന്നുള്ള ഭയമായിരിക്കുമെടാ അവളെ ഇപ്പോൾ കീഴടക്കുന്നത്. നീ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ അവളെ മനസ്സിലാക്കാൻ? ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് ഉറക്കെയുള്ള ബഹളം കേട്ട് വിഷ്ണുവും നന്ദനും അകത്തേക്ക് ചെന്നു. എൻ്റെ കുഞ്ഞ്, അയ്യോ എൻ്റെ കുഞ്ഞാപ്പൂ, മോനെ, അമ്മയുടെ കുഞ്ഞാപ്പൂ. അപ്പുവിൻ്റെ ഒച്ചത്തിലുള്ള നിലവിളി കേൾക്കാം. നന്ദനും വിഷ്ണുവും കൂടി വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി സിമി? എവിടെ കുഞ്ഞെവിടെ? കാണുന്നില്ല നന്ദേട്ടാ, എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല. എനിക്ക് എൻ്റെ കുഞ്ഞാപ്പൂ ഇല്ലാതെ പറ്റില്ല. എൻ്റെ കുഞ്ഞാപ്പൂവിനെ കൊണ്ടു താ നന്ദേട്ടാ, എനിക്കെൻ്റെ മോനെ വേണം. അവനില്ലാതെ എനിക്ക് പറ്റില്ല. ഷർട്ടിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അലമുറയിട്ട് അപ്പു നിലവിളിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നന്ദൻ പകച്ചുപോയി. വിഷ്ണുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. കരയുന്ന അപ്പുവിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് നന്ദൻ അറിയില്ലായിരുന്നു. അവൻ വേഗം അപ്പുവിനെ അടർത്തി മാറ്റി സുമിയെ ഏൽപ്പിച്ചു. വിഷ്ണു, നീ വാ, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കാം. കുറച്ചു നേരം മുന്നേ വരെ ഇവിടെ കളിപ്പാട്ടവും വെച്ച് നിൽക്കുന്നത് കണ്ടതാണ്. ഇവർ രണ്ടുപേരും എന്തോ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ കുഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയതാവും. ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡാണ്. അടുത്ത ബെഡിലിരുന്ന പ്രായമായ സ്ത്രീ പറഞ്ഞു, അയ്യോ എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞാപ്പൂ. അപ്പു നിലവിളിയോടെ ബെഡിലേക്കിരുന്നു. നന്ദനും വിഷ്ണുവും ഹോസ്പിറ്റലിൻ്റെ പിൻഭാഗത്തു കൂടി ഇറങ്ങി. അവിടെ കൂടി ഒരു 2 ചുവട് നടന്നു കഴിഞ്ഞാൽ റോഡായി. നന്ദനും വിഷ്ണുവും കൂടി റോഡിനടുത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കളിപ്പാട്ടവുമായി റോഡിന് നടുക്ക് നിൽക്കുന്ന കുഞ്ഞാപ്പുവിനെയാണ്. തിരക്ക് പിടിച്ച റോഡാണ്. ഇരുവശങ്ങളിലൂടെയും വണ്ടികൾ പാഞ്ഞു വരുന്നുണ്ട്. കുഞ്ഞാപ്പു റോഡിന് നടുവിലായി കളിപ്പാട്ടവുമായി ഇരിക്കുന്നു. ദൂരെ നിന്നും വരുന്ന വണ്ടിക്കാർക്ക് റോഡിൽ വ്യക്തമായി അവനെ കാണാൻ കഴിയില്ല. നന്ദനും വിഷ്ണുവും കൂടി വേഗം അവൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ഒരു കാർ പാഞ്ഞു വരുന്നത് കണ്ടത്. നന്ദൻ ഒന്നും ചിന്തിക്കാതെ കാറിന് മുന്നിലേക്ക് എടുത്തു ചാടി. ഡ്രൈവർ വേഗം കാർ വെട്ടിച്ചു. കാർ അടുത്തുള്ള മരത്തിലടിച്ച് നിന്നു. നന്ദൻ കുഞ്ഞിനെയും കൊണ്ട് മറിഞ്ഞു. അവൻ്റെ തല അടുത്തുള്ള കല്ലിലടിച്ചു പൊട്ടി ചോര ഒഴുകാൻ തുടങ്ങി. കുഞ്ഞാപ്പു നന്ദൻ്റെ കയ്യിൽ ഇരുന്നു കൊണ്ട് അലറി കരയാൻ തുടങ്ങി. അവൻ ആകെ പേടിച്ചു പോയി. അപ്പോഴേക്കും വിഷ്ണുവും സുമിയും അപ്പുവും അവിടെ എത്തി. വിഷ്ണു നന്ദനെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നന്ദൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നെറ്റിയിലെ മുറിവിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. അപ്പു കുഞ്ഞിനെ നന്ദൻ്റെ കയ്യിൽ നിന്നും വാങ്ങുമ്പോൾ കുഞ്ഞിന് ബോധമില്ല. മാഷേ, എൻ്റെ കുഞ്ഞാപ്പൂ, അവനെ എനിക്ക് വേണം മാഷേ. സുമി, നീ അപ്പുവിനെ ഒന്ന് പിടിക്ക്. നന്ദൻ കുഞ്ഞാപ്പുവുമായി ഓടുകയായിരുന്നു. അവൻ കുഞ്ഞിനെയും കൊണ്ട് ഉള്ളിലേക്ക് കയറി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു. വിഷ്ണുവിനെയും നന്ദനെയും പുറത്തേക്ക് ഇറക്കി നിർത്തി ഡോക്ടർ. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും സുമി അപ്പുവിനെയും പിടിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. എല്ലാവരും അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഡ്യൂട്ടി ഡോക്ടർ പുറത്തേക്ക് വന്നു. നന്ദൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം. അതൊരു പൊടി കുഞ്ഞാണ്. നല്ലവണ്ണം പേടിച്ചത് കൊണ്ടാണ് അൺകോൺഷ്യസ് ആയത്. ഇത്രയും ചെറിയൊരു കുട്ടിയെ നോക്കാൻ കഴിയില്ലെങ്കിൽ എന്തായാലും 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. പിന്നെ നിങ്ങൾ സിസ്റ്ററിനോട് പറഞ്ഞ് ഈ മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്തേക്ക്. വിഷ്ണു നന്ദനെയും വിളിച്ചുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നെറ്റിയിൽ വച്ചുകെട്ടലുമായി നന്ദൻ വന്നു. 4 പേരും ഒബ്സർവേഷൻ റൂമിന് പുറത്തങ്ങിങ്ങായിരുന്നു. ഏകദേശം രാത്രിയോടുകൂടി കുഞ്ഞാപ്പൂവിനെ ഒബ്സർവേഷൻ റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. കുഞ്ഞു പേടിച്ചത് കൊണ്ടാണ് പനി വരാനും ഒടുവിൽ അതൊരു ഫിക്സായി മാറാനും സാധ്യതയുണ്ടായിരുന്നത് കൊണ്ടാണ് ഒബ്സർവേഷനിലാക്കിയത്. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇനിയും ഇങ്ങനെ ഉണ്ടാകാതെ നോക്കണം. കുഞ്ഞിനെ ആവശ്യമില്ലാതെ കരയിക്കരുത്. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്കൊന്ന് വളരെ സൂക്ഷിച്ചാൽ എന്താ? റൂമിൽ നിന്ന് കുഞ്ഞിനെ അപ്പുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തുവെങ്കിലും കുഞ്ഞാപ്പു നന്ദനെ കണ്ട പാടെ അവൻ്റെ മേലേക്ക് ചാടി. നന്ദൻ 2 കൈകൊണ്ടും അവനെ വാരിയെടുത്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. നന്ദൻ്റെ നെറ്റിയിലെ വലിയ കെട്ടിലൂടെ കുഞ്ഞാപ്പു അവൻ്റെ കൈകൾ ഓടിച്ചു. മുറിവിൽ കൈകൾ അമർത്തിയപ്പോൾ നന്ദന് വേദന തോന്നി. അവൻ്റെ മുഖം ഒന്ന് ചുളുങ്ങിയപ്പോൾ കുഞ്ഞാപ്പു നന്ദൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കവിളുകളിൽ ഉമ്മ വച്ചു. അച്ഛേ, അച്ഛേ. ആദ്യമായാണ് കുഞ്ഞൻ നന്ദൻ്റെ മുഖത്ത് നോക്കി അച്ഛേ എന്ന് വിളിക്കുന്നത്.
നന്ദന്റെ കണ്ണുകൾ രണ്ടും പെയ്തുകൊണ്ടേയിരുന്നു. അമ്മയെക്കാളും അവന് നന്ദനോടുള്ള സ്നേഹം സിമിയും വിഷ്ണുവും അപ്പുവും എല്ലാം കണ്ടു. ലക്ഷ്മിയുടെ ഫോൺ തുടരെ വരുന്നത് കണ്ട് വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്തു. എവിടെയാ വിഷ്ണു ഏട്ടാ? രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? എവിടെയാണെന്ന് ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തുകൂടായിരുന്നോ? വീട്ടിലിരിക്കുന്നവർക്ക് എന്ത് സമാധാനത്തിലിരിക്കും? ഇപ്പോൾ നേരെ എത്രയായെന്നറിയാമോ? നിങ്ങളിത് എവിടെയാ മനുഷ്യ? എൻ്റെ ലക്ഷ്മി, ഞാൻ നന്ദൻ്റെ ഒപ്പം പുറത്താണ്. നീ ആഹാരം കഴിച്ച് കിടന്നോ, ഞാൻ വരാൻ ലേറ്റാവും. നന്ദൻ വിഷ്ണുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. രാവിലെ മുതൽ നീ എൻ്റെ ഒപ്പം വന്നതല്ലേ? ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പൊയ്ക്കോ. അച്ഛനോടൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്, ഞാൻ രാവിലെ വരാം. ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറാൻ തോന്നുന്നില്ല. എന്നെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൻ കരഞ്ഞാലോ? എടാ, നിങ്ങൾ ആരും രാവിലെ മുതലേ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കുകയില്ലേ? ഞാൻ എന്തെങ്കിലും പോയി വാങ്ങി തന്നിട്ട് പോകാം. വിഷ്ണു അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഫുഡും വാങ്ങി തിരികെ വന്നു. എല്ലാം സുമിയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് വിഷ്ണു യാത്ര പറഞ്ഞിറങ്ങി. രാത്രിയിൽ അനീഷ് വരുമ്പോഴാണ് സുമി കാര്യങ്ങളെല്ലാം പറയുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനീഷ് നന്ദൻ്റെ അടുത്തേക്ക് വന്നു. ഇനിയെങ്കിലും ആർക്കു വേണ്ടിയും എൻ്റെ പെങ്ങളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകരുത്. കൂടെ തന്നെ കാണണം. പാവമാണ് എൻ്റെ അപ്പു. സ്വയം വേദനിക്കുകയല്ലാതെ അവൾക്ക് ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ മടിക്കുന്നത് അവള് കുഞ്ഞും ഒരു ബാധ്യതയാകുമോ എന്നോർത്താണ്. അനീഷ് പറയുന്നതൊക്കെ കേട്ടപ്പോൾ നന്ദന് വല്ലാത്ത വേദന തോന്നി. അവൻ അനീഷിനെ ചേർത്ത് പിടിച്ചു. നീ എന്തൊക്കെയാണ് അനീഷ് വിളിച്ച് പറയുന്നത്? എനിക്ക് എൻ്റെ അപ്പു ബാധ്യതയാകുമെന്നോ? ഒരിക്കലുമില്ല. നന്ദൻ്റെ ഹൃദയത്തുടിപ്പുകൾ പോലും എൻ്റെ അപ്പുവിന് സ്വന്തമാണ്. അവളുടെ ഒരു വാക്ക് മതി എനിക്ക് അവളെ സ്വന്തമാക്കാൻ. പക്ഷെ അതെൻ്റെ അപ്പു എന്നോട് പറയണം. ആർക്കു വേണ്ടി ഇനി അവൾ തീരുമാനമെടുക്കരുത്. അവൾക്ക് വേണ്ടിയായിരിക്കണം ഇനി അവൾ എടുക്കുന്ന ഓരോ തീരുമാനവും. ഇനിയും ഒന്നിനു വേണ്ടിയും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല അവളെ. എന്തായാലും നേരെ ഒരുപാടായില്ലേ? ഞാനിന്നിവിടെ കാണും. അനീഷ് സിമിയുമായി പൊയ്ക്കോ. സിമി അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ എപ്പോഴും കാണാറുള്ള നിസ്സംഗഭാവം മാത്രമായിരുന്നു. ഒടുവിൽ നന്ദൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സിമിയും അനീഷും ഹോസ്പിറ്റലിൽ നിന്നും പോയി. ഒരു പൊതിയിൽ ഭക്ഷണവുമായി നന്ദൻ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഭക്ഷണം ഒരു പാത്രത്തിലേക്ക് പകർന്ന് അവൾക്ക് നേരെ നീട്ടി. അവളത് കയ്യിൽ വാങ്ങിയില്ല. മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു. നന്ദൻ പ്ലേറ്റ് അവളുടെ അടുത്തേക്ക് വെച്ചിട്ട് റൂമിന് പുറത്തേക്കിറങ്ങി. ബൈസ്റ്റാൻഡേഴ്സിനായുള്ള ചെയറിലേക്ക് ഇരുന്നു. ഒരു കുഞ്ഞിന് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം തുല്യമായി കിട്ടിയാൽ മാത്രമേ അതിൻ്റെ വളർച്ച പൂർണ്ണമാവുകയുള്ളൂ. കുഞ്ഞാപ്പു അച്ഛൻ്റെ സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്നു. അത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞാപ്പുവിൻ്റെ കാര്യത്തിൽ അനിഷ്ടങ്ങൾ സംഭവിക്കും. കുഞ്ഞിൻ്റെ മനസ്സിലിപ്പോൾ ആ നിൽക്കുന്ന ആളുമായി വല്ലാത്തൊരു ആത്മബന്ധം കാണുന്നുണ്ട്. അയാളിൽ നിന്നും കുഞ്ഞിനെ മാക്സിമം അകറ്റാതിരിക്കാൻ ശ്രമിക്കണം. നന്ദനെ നോക്കി അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് രാധയും രഘുവും അനീഷും സുമിയും ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞാപ്പു നന്ദൻ്റെ തോളിൽ നിന്നും മാറുന്നതേയില്ല. അനീഷും അപ്പുവും ഒക്കെ മാറി മാറി എടുക്കാൻ നോക്കുന്നുവെങ്കിലും അവൻ അള്ളിപ്പിളിച്ച് നന്ദൻ്റെ തോളിൽ കിടക്കുകയാണ്. ഒടുവിൽ അവനെ കരയിക്കേണ്ട എന്ന് കരുതി വിഷ്ണുവും നന്ദനും അപ്പുവും സുമിയും കൂടി ഒരു കാറിൽ കയറി. വിഷ്ണു ഡ്രൈവ് ചെയ്യുമ്പോൾ മുഴുവനും അവൻ്റെ ശ്രദ്ധ നന്ദൻ്റെയും കുഞ്ഞാപ്പുവിൻ്റെയും അടുത്ത് തന്നെ ആയിരുന്നു. നന്ദൻ്റെ തോളിൽ കിടന്നുകൊണ്ട് അവൻ്റെ നെറ്റിയിലെ മുറിവിൽ കുഞ്ഞു കൈകൾ കൊണ്ട് തടവുകയാണ് കുഞ്ഞാപ്പു. ആ കുഞ്ഞിൻ്റെ വിഷമം കാണുമ്പോൾ വിഷ്ണുവിനും സങ്കടം തോന്നി. അപ്പുവിൻ്റെ വീടിന് മുന്നിൽ കാർ നിർത്തി. നന്ദൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായി കുഞ്ഞാപ്പുവിനെ നന്ദൻ അപ്പുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാൻ നോക്കി. പക്ഷെ കുഞ്ഞൊരേ നിലവിളിയും അലറി കരച്ചിലുമാണ്. ഒടുവിൽ നന്ദൻ ബലം പ്രയോഗിച്ച് തന്നെ അപ്പുവിൻ്റെ കൈകളിലേക്ക് കുഞ്ഞാപ്പുവിനെ വെച്ചു കൊടുത്തു. കുഞ്ഞിൻ്റെ അലറി കരച്ചിൽ കേൾക്കുമ്പോൾ ഹൃദയം നൊന്നു നീറി. പക്ഷെ തൻ്റെ നിസ്സഹായതയോർത്ത് അവൻ കാറിനുള്ളിലേക്ക് ചെന്നിരുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി. അച്ഛേ അച്ഛേ വിളിച്ചുകൊണ്ട് കുഞ്ഞാപ്പു അപ്പുവിൻ്റെ തോളിലിരുന്ന് അലറി വിളിക്കുന്നുണ്ട്. വിഷ്ണുവിനും വല്ലാത്ത വേദന തോന്നി അത് കണ്ടപ്പോൾ. അവൻ വേഗം കാറുമെടുത്ത് പുറത്തേക്ക് പോയി. വീടെത്തിയതും ഭാർഗവനും സൗദാമിനിയും അവരെ കാത്തിരിക്കുകയായിരുന്നു. ആരോടും ഒരക്ഷരം പോലും മിണ്ടാതെ നന്ദൻ നേരെ മുറിയിലേക്ക് പോയി. വിഷ്ണുവാണ് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അച്ഛനെയും അമ്മയെയും പറഞ്ഞു കേൾപ്പിച്ചത്. നന്ദൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഭാരമാകുമോ എന്ന പേടിയാണ് അച്ചാപ്പുവിന്. പക്ഷെ ഒന്നും അറിയാത്ത ആ കുഞ്ഞിന് നന്ദൻ പ്രാണനാണ്. അവനെ പിരിഞ്ഞിരിക്കാൻ ആ കുഞ്ഞിനെ കൊണ്ട് കഴിയില്ല.
നന്ദനും കുഞ്ഞാപ്പുവിനോട് അങ്ങനെ തന്നെയാണ്. സൗദാമിനി, നമുക്ക് നാളെ തന്നെ അപ്പുമോളെ ഒന്ന് കാണാൻ പോകണം. അതിന് ഇനിയും വൈകിക്കൂടാ. അനീഷ് ഒരുപാട് ശ്രമിച്ചിട്ടാണ് കുഞ്ഞാപ്പുവിൻ്റെ കരച്ചിലൊന്നടക്കിയത്. പുറത്തൊക്കെ കൊണ്ടുപോയി കാക്കയെയും പൂച്ചയെയും ഒക്കെ കാണിച്ച് ഒരുവിധം അവൻ്റെ മനസ്സ് മാറ്റാൻ നോക്കി. അതുവരെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞാപ്പു വീടിനുള്ളിലേക്ക് കയറാൻ നേരം പൊട്ടിക്കരച്ചിലായി. ഒടുവിൽ ഒരു വിധത്തിൽ തോളിൽ കിടത്തി പതിയെ തട്ടി ഉറക്കിയതിനു ശേഷം അപ്പുവിൻ്റെ കൈകളിൽ കൊണ്ടുകൊടുത്തു. ഇനിയെങ്കിലും നീ ഒരു തീരുമാനമെടുക്കണം മോളെ. കുഞ്ഞാപ്പുവിൻ്റെ അവസ്ഥ കണ്ടല്ലോ. നിനക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും കുഞ്ഞിനു വേണ്ടി നീ മാറി ചിന്തിച്ചേ മതിയാകൂ. അനീഷ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിലും അപ്പു ഒന്നും മിണ്ടാതെ തലകുണിച്ചു നിന്നു. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാപ്പു ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം സിമിയും അപ്പുവും കൂടി ചേർന്ന് അവനെ ആശ്വസിപ്പിക്കും. കുഞ്ഞിൻ്റെ ശരീരം ചൂട് വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്പു അവന് പനിയുടെ മരുന്നും കൊടുത്തു ടവലിൽ വെള്ളമൊക്കെ തുടച്ചുകൊണ്ടേയിരുന്നു. രാവിലെ ഏകദേശം 11 മണിയോടുകൂടി ഭാർഗവനും സൗദാമിനിയും അപ്പുവിൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അതിഥികളെ കണ്ടപ്പോൾ രാഘവനും സൗദാമിനിയും പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അനീഷും സിമിയും കുഞ്ഞാപ്പുവുമായി പുറത്തേക്ക് വന്നു. അനീഷിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാപ്പുവിൽ തന്നെയായിരുന്നു സൗദാമിനിയുടെ നോട്ടം അത്രയും. അവർ എഴുന്നേറ്റ് ചെന്ന് കുഞ്ഞാപ്പുവിനെ അനീഷിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അവനെയും മടിയിൽ വെച്ച് ഭാർഗവൻ അടുത്തിരുന്നു. ഇതിനു മുമ്പൊരിക്കൽ ഇതേ കാര്യം സംസാരിക്കാൻ ഞങ്ങൾ വന്നിരുന്നു. പക്ഷെ അന്ന് സാഹചര്യം നന്നല്ലായിരുന്നു. അന്ന് ഞങ്ങൾ രഘുവിനോടാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അപ്പുമോളോടാണ്. അനീഷ് സിമിയുടെ മുഖത്തേക്ക് നോക്കി. സിമി അപ്പുവിനെ വിളിക്കുന്നതിനായി അകത്തേക്ക് പോയി. സിമി അകത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ അപ്പുവുമായി പുറത്തേക്ക് വന്നു. അപ്പു വരുമ്പോൾ കാണുന്നത് സൗദാമിനിയുടെ മടിയിലിരുന്ന് അവരുടെ പേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞാപ്പുവിനെയാണ്. സൗദാമിനി അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി. പഴയ അപ്പുവിൽ നിന്ന് അവൾ വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. മോൾ ഇവിടെ വന്നിരിക്ക്, അമ്മയ്ക്ക് അല്പം സംസാരിക്കാനുണ്ട്. അപ്പു സൗദാമിനി രാധയുടെ അടുത്തേക്ക് വന്നു. ഒരു മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിവില്ല എങ്കിൽ അവർക്ക് അമ്മയായിരിക്കാനുള്ള യോഗ്യതയില്ല രാധേ. അപ്പുമോളുടെ മനസ്സ് ഞാൻ എന്നേ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും ഒരമ്മ എന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇനിയെങ്കിലും മകളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുന്ന ഒരമ്മയാവാൻ നോക്കൂ. രഘു ഒന്നും മിണ്ടാനാവാതെ തലയും കുനിച്ചിരിക്കുകയായിരുന്നു. ഭാർഗവൻ രഘുവിൻ്റെ മുന്നിൽ വന്ന് തല ഉയർത്തിപ്പിടിച്ച് നിന്നു. രഘു, അന്ന് ഞാനൊരാലോചനയുമായി തൻ്റെ മുന്നിൽ വന്നപ്പോൾ കടപ്പാടിൻ്റെ കാര്യം പറഞ്ഞ് താൻ ഞങ്ങളെ ഒഴിവാക്കി. മോൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചോർത്ത് അന്ധനായിപ്പോയി. എന്നിട്ട് മോള് വൈദവ്യ യോഗവുമായി തിരികെ വീട്ടിൽ വന്നപ്പോൾ ഇത്രയും കാലം ആ കുട്ടി കുടിച്ച കണ്ണീരിനൊക്കെ ശാപം താൻ എവിടെ ചെന്നാണ് കഴുകിക്കളയുന്നത്? ഒരു പെൺകുട്ടി അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അവൾ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? എങ്കിലും അവളെ സ്വതന്ത്രയാക്കി ജീവിക്കാൻ അനുവദിക്കുക. ഒരു കാലം കഴിയുമ്പോൾ മക്കളുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മാറി നിൽക്കണം. തെറ്റും ശരിയും ചൂണ്ടിക്കാട്ടി കൊടുക്കാം, അല്ലാതെ അവരെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇത്രയും ഒന്ന് തന്നോട് പറയണമെന്ന് തോന്നി. പിന്നെ ഒരു കാര്യം കൂടി, അപ്പുമോൾക്ക് എൻ്റെ മോനോടൊപ്പം ജീവിക്കുന്നതിന് സമ്മതമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ അവളെ എൻ്റെ മരുമകളാക്കി കൂട്ടിക്കൊണ്ടു പോകും. പിന്നെ ഒരു നിമിഷം പോലും അവളെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല. എൻ്റെ കുട്ടികൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എനിക്ക് കാണണം. ഒരുപാടൊന്നുമില്ല, ആണും പെണ്ണുമായി ആകെ ഒന്നേ ഉള്ളൂ. അതിൻ്റെ കണ്ണു തുറന്ന് കണ്ടിട്ടില്ല ഇത്രയും നാളും. നിന്റെ തീരുമാനം എന്തായി അപ്പു? മാഷിൻ്റെ അമ്മ പറഞ്ഞതിനെക്കുറിച്ച് നീ ചിന്തിച്ചോ? അവർ പോയി കഴിഞ്ഞപ്പോൾ സിമി ചോദ്യവുമായി മുറിയിലേക്ക് വന്നു. തീരുമാനമെടുക്കണമെന്നാണ് സിമി നീ പറയുന്നത്? കളങ്കപ്പെട്ട ശരീരവുമായി ഞാൻ മാഷിൻ്റെ മുന്നിൽ പിന്നെയും ചെന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കണമോ? എന്തിനാണപ്പോ നീ വാക്കുകൾക്കില്ലാത്ത അർത്ഥം കൊടുക്കുന്നത്? നിന്റെ മനസ്സും ശരീരവും ഇന്നുവരെ കളങ്കപ്പെട്ടിട്ടില്ല. നീ എന്തിനാണ് സ്വയം ഇങ്ങനെ? സിമിക്ക് ദേഷ്യം വന്നു. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ സുമി? നന്ദമാഷിൻ്റെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ മറ്റാരെക്കാളും യോഗ്യത നിനക്ക് മാത്രമേ ഉള്ളൂ അപ്പു. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഇനിയും നീ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിന്റെ ഒപ്പം ആരും കാണില്ല. നിന്റെ ജീവിതമാണ്. ഇനിയെങ്കിലും അത് സൂക്ഷിച്ച് വീണുടയാതെ സൂക്ഷിക്കേണ്ടത് നീയാണ്. നിന്റെ കുഞ്ഞിനോട് നിനക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവന് വേണ്ടി എന്തെങ്കിലും നീ ഒരു ജീവിതം തുടങ്ങണം. രാത്രിയിൽ കുഞ്ഞാപ്പുവിനെയും മാറോട് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ
അവളുടെ മുന്നിലൂടെ കഴിഞ്ഞുപോയ സംഭവങ്ങൾ നിരനിരയായി വന്നു. കുഞ്ഞാപ്പു ഇടയ്ക്ക് ഞെട്ടിപ്പിടഞ്ഞ് അച്ഛേ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അപ്പു ഒന്നുകൂടി അവനെ മാറോട് ചേർത്ത് പിടിക്കും. രാവിലെ ഒരുപാട് വൈകിയാണ് അപ്പു ഉണർന്നത്. എഴുന്നേറ്റ പാടെ കുളിച്ച് ഫ്രഷായി അവൾ പുറത്തേക്ക് വന്നു. സുമി, ഞാനൊന്ന് അമ്പലത്തിൽ പോവുകയാണ്. നീ കുഞ്ഞാപ്പുവിനെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണേ. അവളുടെ മുഖത്തെ ഭാവം കണ്ട് സിമിയും രാധയും പരസ്പരം നോക്കി. എന്താ രണ്ടാളും എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒറ്റയ്ക്ക് പോയി ജീവിതം അവസാനിപ്പിക്കുകയൊന്നുമില്ല ഞാൻ. അതല്ല മോളെ, ഇന്നുവരെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിലും നിന്നോടൊപ്പം നിൽക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അമ്മ വിഷമിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനോടൊപ്പം നിൽക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത്. പക്ഷെ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ അമ്മ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഈശ്വരന്മാർ പോലും എന്നോട് ക്ഷമിക്കില്ല. മോള് മനസ്സിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് അമ്മയ്ക്കറിയില്ല. പക്ഷെ അമ്മയുടെ തീരുമാനം പറയാം. മോൾ എല്ലാ പരിശുദ്ധിയോടും കൂടിയാണ് നന്ദമ്മാഷിൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്നത്. എൻ്റെ മോൾ ആർക്ക് വേണ്ടിയും ഇനി നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. അച്ഛൻ നേടിത്തന്ന സൗഭാഗ്യങ്ങളൊക്കെ ഒരു ചീട്ടുകൊട്ടാരമായിരുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം തകർന്നതാണ് നിന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇനി അച്ഛൻ യോഗ്യനല്ല. തെളിഞ്ഞ മനസ്സോടും ശാന്തതയോടും കൂടി മോൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കണം. കുന്നിന് മുകളിലുള്ള അമ്പലത്തിലേക്ക് പോകാമെന്നാണ് അപ്പു ആദ്യം കരുതിയത്. പക്ഷേ എന്തുകൊണ്ടോ അവൾക്കതിന് കഴിഞ്ഞില്ല. പാടത്തിനക്കരെയുള്ള മഹാദേവന്റെ മുന്നിലേക്ക് അവൾ പോയി. തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ നേരിതിൻ്റെ തുമ്പുയർത്തി കണ്ണുകൾ തൂത്തുവിട്ടു. ഭഗവാനെ മഹാദേവ, എൻ്റെ ജീവിതം എന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലൂടെയും ഞാൻ കടന്നു പോകാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കുഞ്ഞാപ്പു, അവനില്ലാത്ത ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും എൻ്റെ കുഞ്ഞിന്ന് ഏറെ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത ആ സ്നേഹം ഇന്നൊരിക്കൽ കൂടി എൻ്റെ നേർക്ക് വച്ച് നീട്ടിയിരിക്കുകയാണ്. ഞാനത് സ്വീകരിക്കാൻ പോവുകയാണ്. ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ ഞാൻ അതിജീവിക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാം നേരിടാനുള്ള മനക്കരുത്ത് എനിക്ക് തരണം. തിരുമേനിയിൽ നിന്ന് തീർത്ഥവും ചന്ദനവും ഏറ്റുവാങ്ങി നെറ്റിയിൽ ചന്ദനത്തിൻ്റെ തണുപ്പ് പടർന്നപ്പോൾ മനസ്സിലേക്ക് അതേ തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെ അപ്പുവിന് തോന്നി. എന്തിനാണ് അമ്മേ വീണ്ടും അവളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അവൾക്ക് ഞാനൊരു ബാധ്യതയാണെന്നാണ് അവൾ ഒരിക്കൽ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അവളെ ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇഷ്ടക്കേടോടു കൂടിയാണ് നന്ദനത് പറഞ്ഞത്. നീ ഇത്രയും വിഷമിക്കേണ്ട കാര്യം എന്താണ്? മറ്റാരെക്കാളും നന്നായി അവളെ നിനക്കറിയില്ലേ? അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങളെക്കാൾ നന്നായി നിനക്കറിയാം. എന്നിട്ട് നീ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നന്ദാ, കുറ്റപ്പെടുത്തുന്നതല്ല അമ്മേ. അവളെ ഒന്നിനു വേണ്ടി ഇനി നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്നലെ ഞാൻ അവളോട് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അവളുടെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം ഞങ്ങൾ എടുത്താലും നീ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് വഴിയേ മനസ്സിലാവും. ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് സൗദാമിനിയുടെ കോൾ അപ്പുവിനെ തേടിയെത്തിയത്. അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും സൗദാമിനിയുടെ മുഖം വിടർന്നു. മോളുടെ തീരുമാനം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അമ്മ വിളിച്ചത്. മുഖവരെയൊന്നുമില്ലാതെ റിസീവർ കയ്യിലെടുത്തുകൊണ്ട് ആദ്യം തന്നെ സൗദാമിനി പറഞ്ഞു. കുറച്ചു നേരം ഇരുവരും മൂകമായി നിന്നു. മോൾ എന്താണ് മറുപടി ഒന്നും പറയാത്തത്? എനിക്ക് സമ്മതമാണമ്മേ. എൻ്റെ കുഞ്ഞാപ്പുവിന് വേണ്ടി ഞാൻ എന്തിനും ഒരുക്കമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അപ്പു ഫോൺ താഴെ വെച്ചു. തുടരും രുദ്രപ്രിയ. ജലദോഷമാണ് കൂട്ടുകാരെ, കുറവായിട്ടില്ല. അതുകൊണ്ടാണ് ഒച്ച മാറിയിരിക്കുന്നത്. പക്ഷേ സ്റ്റോറി എന്തേ കിട്ടാത്തത് എന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾ കാരണമാണ് ഈ മൂക്കടപ്പ് വെച്ചുകൊണ്ടും വോയിസ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. നിറയെ സ്നേഹത്തോടെ രുദ്ര. പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്, വേൾഡ് ഓഫ് രുദ്രപ്രിയ. പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്, വേൾഡ് ഓഫ് രുദ്രപ്രിയ. എൻ്റെ സ്റ്റോറീസ് തന്നെയാണ് അവിടെയും വോയിസ് ചെയ്യുന്നത്. അതുകൂടി സപ്പോർട്ട് ചെയ്ത് കൂട്ട് നിൽക്കണേ കൂട്ടുകാരെ.